So, what is happiness? Or what is your definition of happiness? ഈ ഒരു ചോദ്യം കപ്പ ടി വിയിലെ ഹാപ്പിനെസ് പ്രോജക്റ്റിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണ്. സോ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കറിയാവുന്ന കുറച്ച് പേരെടുത്തെങ്കിലും ഈ ഒരു ചോദ്യം ചോദിക്കണമെന്ന്. സോ ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് വാട്ട് ഹാപ്പിനെസ് മീൻസ് ടു ദ പീപ്പിൾ ദാറ്റ് ഐ പേഴ്സണലി നോ. സോ ഐ ഗ്യാരണ്ടി ദാറ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് എന്തായാലും ഒരു പുഞ്ചിരിയാണ്. ബിക്കോസ് വി ഓൾ നോ ദാറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫീലിംഗ് ആണ്, ഒരു യൂണിവേഴ്സൽ ഇമോഷനാണ്. So what makes you happy എന്ന് ചോദിച്ചാൽ, for me happiness is doing things that you really like or things that you really wanted to do in your life. That's happiness. അപ്പോൾ കാവ്യ എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നാണ്. അപ്പോൾ ലൈക്ക് നമ്മൾ ഈ ആൾക്കാരൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് അവർക്ക് കൊടുക്കുന്ന സർപ്രൈസസ് ഇല്ലേ, എന്നിട്ട് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമില്ലേ, ലൈക്ക് ദാറ്റ് ഇസ് സംതിങ്. എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു സംഭവമാണ്. അതായത് ലൈക്ക് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്. രണ്ടാമത് നമ്മളെന്തെങ്കിലും ലൈക്ക് ഭയങ്കര ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്നൊരു റിസൾട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു പ്ലഷറുള്ള ഹാപ്പിനെസ്സാണ്. സോ മേ ബി അത് രണ്ടുമാണ് എനിക്ക് ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് തിങ്സ്. Happiness for me has always been my loved ones. At this point, when I think of happiness, it has always been the smallest of smallest things. Nothing big, nothing extravagant, the tiniest details that matter to me. Happiness is waiting for that college bus to arrive, that long bus ride from my home to the college. I would wait to sit on that window seat and put my headphones on. Happiness for me is waiting for the college to end so that I could see my close ones and tell them what all happened during that day without missing the slightest detail. Happiness for me is that special person who could understand my silliest of silliest things the way I want to. Happiness for me is that bike rides and that car rides that would never even make beyond 20 kilometers, even though we have tried so much. Happiness for me is getting appreciated by my parents for the tiniest things, considering that I am always a person who deem myself as a person without any talents. Happiness for me is sleeping after that 1 or 2 weeks of tireful exams. Happiness for me is thanking God for all the wonderful people and all the wonderful things He has given me. So that's it. നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ഹാപ്പിനെസ്. പക്ഷേ ആ ഹാപ്പിനെസ് എപ്പോഴാണ് മീനിങ് ആവുന്നത്? ഇപ്പോൾ നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാർക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് ദ റിയൽ ഹാപ്പിനെസ്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണെങ്കിൽ ചിലർക്ക് സന്തോഷം ഉണ്ടാവും, ചിലർക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സന്തോഷിക്കാതെ മറ്റുള്ളവർക്കും നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്ത് ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുക, ഹാപ്പിനെസ് കണ്ടെത്തുക. അങ്ങനെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാം. സോ ബി ഹാപ്പി. So the pessimistic one is now talking about happiness and all. Thanks to you, Kavya. Yeah, it's for you, so I will definitely do it. For me, happiness is something that it's like a sight of an emotion that I can feel when I see people smile, or say when I see people laugh. As simple as that. And I do believe that it shouldn't be always your loved ones or your close ones. It could be strangers, a one who pass by like with a smile, and that makes my day. That's enough for me. That's all about me. That's all about happiness for me. And I take their happiness as mine, and I become a part of their happiness. So that's it. Yeah, happiness lies in someone else's happiness for me. What is happiness for me? അപ്പോൾ ഇത് ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇത് അത്ര വലിയ കൂലിയും ടാസ്ക്കായിട്ടും എനിക്ക് തോന്നിയില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മളാരും ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാത്തവരൊന്നുമല്ല. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ വി ഓൾ ആർ ഹാപ്പി. പക്ഷേ ദ തിങ് ദാറ്റ് വി ഹാവ് ടു ആസ്ക് അവർ സെൽഫ് ഇസ്, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടാണോ നമ്മൾ ഹാപ്പി ആയത്? ഐ മീൻ ഇഷ്ടമുള്ളവർ പറയണ കാര്യങ്ങൾ കേട്ടിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പെരുമാറിയതിന് ശേഷം അത് നമ്മളുടെ ഹാപ്പിനെസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണോ നമ്മുടെ ഹാപ്പിനെസ്? അതോ
നമ്മളോട് ചോദിച്ചിട്ട് സ്വന്തം സന്തോഷം സ്വയം കണ്ടെത്തുന്നതാണോ ഹാപ്പിനെസ്? ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളെയൊക്കെ വേണ്ടാന്ന് വെക്കാനോ ബാക്കിയുള്ളവരുടെയൊക്കെ ഇഷ്ടങ്ങൾ ലൈക്ക് അവരുടെ ഇഷ്ടങ്ങളൊന്നും ഒന്നും അല്ലാതെ കാണണമെന്നൊന്നുമല്ല. പക്ഷേ ബീങ് എ ഹ്യൂമൻ ബീങ് എവ്രിബഡി ഹാസ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു യുവർ ഓൺ സെൽഫ് ദാറ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾ ചെയ്യണം, അതോ ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമായിട്ട് കണക്കാക്കുകയാണോ ചെയ്യണമെന്ന്. ഐ തിങ്ക് മെജോറിറ്റി ഡസ് ദിസ്. മെജോറിറ്റി ഓഫ് ആളുകളും അവരുടെ ഇഷ്ടമുള്ള ആളുകളുടെ ഇഷ്ടങ്ങളെയാണ് ജീവിക്കാറുള്ളത്. പക്ഷെ ഐ തിങ്ക് എല്ലാവരും കുറച്ച് സമയമെടുത്ത് സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം, എൻ്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുണ്ടോ? ലൈക്ക് ഐ ഹാവ് ബീൻ ലിവിങ് എ ലൈഫ് ഓഫ് മൈ ലവ്ഡ് വൺസ്. എനിക്കിഷ്ടമുള്ളവരുടെ ഇഷ്ടങ്ങളിൽ എൻ്റെ ഇഷ്ടം കണ്ടെത്തി അങ്ങനെ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദ മൊമെൻറ്റ് വെൻ ഐ സ്റ്റാർട്ടഡ് ടു ലീവ്, ആ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ മാറി എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മൈ ലൈഫ് ബിക്കം മോർ ബ്യൂട്ടിഫുൾ. പക്ഷേ അവിടെയും ഐ ക്യാൻ സേ ദാറ്റ് മൈ ലൈഫ് ബിക്കം മോർ ബ്യൂട്ടിഫുൾ. ആർ യു ലവിങ് ഇറ്റ് എന്ന് ചോദിച്ചാൽ okay, yeah, I'm loving it because I'm asking daily to my own self what all things I like. I'm doing things daily, what all things I wanted to do. So there doesn't come a point where I'm getting sad or when getting low. So from that moment ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഒപ്പീനിയൻ ഇല്ലാതെ ഞാൻ എന്നോട് ചോദിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ സ്വയം ചെയ്ത് തുടങ്ങിയപ്പം ദ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ദ കൈൻഡ് ഓഫ് കാംനെസ് ദാറ്റ് ഇസ് റിവൈവ്ഡ് ഇൻ ടു യുവർ ലൈഫ് ഇസ് സംതിങ് ട്രമെൻഡസ്. അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നും പറ്റില്ല. സോ ഐ തിങ്ക് വെൻ യു സ്റ്റാർട്ട് ലിവിങ് ആസ്കിങ് എവറിത്തിങ് ടു യുവർ ഓൺ സെൽഫ്, that is where happiness, that is where my happiness lies. അങ്ങനെ ഒരു ജീവിതം ഞാൻ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ that I am living my life to the fullest. Yeah, that is happiness for me. എൻ്റെ കൺസെപ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ കംഫർട്ട് സോണിൽ ഇരിക്കുന്നതും അതേപോലെ തന്നെ എൻ്റെ കംഫർട്ട് സോണിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതുമാണ്. ഇപ്പം ലൈഫൊക്കെ ബിസിയായി തുടങ്ങിയപ്പോഴത്തേക്ക് വെറുതെ ഇരിക്കുന്നതും ഹാപ്പിനെസ് തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നമുക്ക് ചുറ്റും നമ്മളുടെ അടുത്ത് ട്രൂ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു ഹാപ്പിനെസ് അല്ലേ. ലൈക്ക് ഇപ്പം നമുക്ക് എന്ത് കഷ്ടത്തിന് നമ്മുടെ കൂടെ നിന്ന് നമ്മളറിയാതെ സഹായിക്കുന്നവരെ നമ്മൾ കാണുമ്പോൾ അതല്ലേ നമ്മുടെ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹാപ്പിനെസ് അല്ലേ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത്രയൊക്കെ അറിയാവും. എന്നോട് ആരെങ്കിലും ഹാപ്പിനെസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ മൈ ആൻസർ വിൽ ഡെഫിനറ്റ്ലി ബി ട്രാവൽ. ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ട്രാവൽ തന്നെയാണ്. വെൻ ഐ സേ ട്രാവൽ ഐ ഡോണ്ട് മീൻ ഹൈഫൈ പ്ലേസസ്, ലേ ലഡാക്ക് റോഡ് ട്രിപ്പ്, അതൊന്നുമല്ല ഞാൻ മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത് തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. പറഞ്ഞു കേട്ട് മാത്രം അറിവുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു ജേണി നമ്മൾ വഴി പോലും അറിയാതെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ വഴിയൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ അവസാനം അവിടെ എത്തിച്ചേരുമ്പോൾ ആ ഒരു മൊമെൻറ്റ്, ആ ജേണിയിലുണ്ടായ എക്സ്പീരിയൻസ്, ആ പ്ലേസിൽ എത്തിച്ചേരുമ്പോൾ ആ ഫൈനൽ എക്സ്റ്റസി, അതാണ് ഹാപ്പിനെസ് ടു മീ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് ബീങ് ഏബിൾ ടു സ്മൈൽ. ഒരു ഭാരമില്ലാതെ, വേറൊരു സങ്കടമില്ലാതെ, സങ്കടമൊക്കെ എപ്പോഴും കാണും, പക്ഷേ പ്രകടമായിട്ട് മറ്റൊരു സങ്കടമില്ലാതെ, വേറെ അധികം ഭാരങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പം ചിരിക്കാൻ പറ്റുന്നതാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും അതിനൊരു കോൺസ്റ്റൻറ്റ് മീനിങ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഷിഫ്റ്റിംഗ് ഡെഫിനിഷൻസ് ഓഫ് ഹാപ്പിനെസ്സിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചെങ്കിൽ, എനിക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ദി ഐഡിയ ഓഫ് പീസിൽ നിന്ന് വേർതിരിഞ്ഞ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. ഒരു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പീസ് ഉള്ളപ്പോഴാണ് അതിനൊരു ഹാപ്പിനെസ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഹാപ്പിനെസ് ഈസ് something that I strive for, and thus a defense or like a survival mechanism for me in my life. So happiness to me is to be some place where my presence is loved, where people would love to have my presence. So happiness to me is to be with people with whom I can enjoy the passage of time. Sometimes it can be the exact opposite of that. Sometimes happiness to me means sitting somewhere alone and having thoughts of future, sitting and just enjoying the comfort of solitude.
Sometimes happiness can come from even the smallest of things, like waking up to my favorite breakfast, or waking sometime in the middle of the night and realizing that I have 2 more extra hours to sleep. So even these little things can make me happy. Sometimes happiness can come from the very thought that someone had a good time because of me, not being too narcissistic, but who doesn't enjoy a good compliment. So happiness to me is a truth that I enjoy, and I want to be happy and enjoy this happiness with people that make me happy. Yeah, I think happiness is having a person always beside you. Yeah, even when the whole world deserts you, and a person who is there for you, always nodding happily all your patatarams and ulatarams, even when that doesn't have any sense at all. വാട്ട് ഈസ് ഹാപ്പിനെസ് അക്കോർഡിംഗ് ടു യു? അതാണ് ചോദ്യം. എന്താണ് ഹാപ്പിനെസ്? അത് എല്ലായിടത്തും ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്താ ഹാപ്പിനെസ്, അത് ഒരു ഡൗട്ട് തോന്നും അല്ലേ? ഇന്ന് ഞാൻ രാവിലെ വാട്സപ്പ് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ടെക്ന സ്റ്റാറ്റസ് ആയിരുന്നു, ഹാപ്പിനെസ് ഈസ് എൻജോയിങ് ദ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ജീവിതത്തിലെ കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മൾ ഭാഗ്യം ചെയ്തവരാ. ചിലർക്ക് മഴ കാണുന്നതായിരിക്കും സന്തോഷം, ചിലർക്ക് ഈ രാത്രി സമയമായിരിക്കും സന്തോഷം, ചിലർക്ക് ഒരു പൂ വിരിയുന്നതായിരിക്കും സന്തോഷം. ഇതിലൊക്കെ സന്തോഷം കണ്ടാൽ ഐ തിങ്ക് വി ആർ ലക്കി. പിന്നീട് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ പോലെ ലിറ്റിൽ തിങ്സ്, നമുക്ക് എന്താണോ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ബാക്കിയുള്ളവരെ സ്നേഹിക്കുക, എല്ലാവർക്കും വേണ്ടി കെയർ ചെയ്യുക. Hello. So, what is happiness? The question was really a matter of thought for me when Kavya struck me with that very rhetoric question. So, I don't know whether there is a definite answer for this, because we know it's very subjective and it changes from person to person. And ഞാൻ നല്ലോണം ഒന്ന് ആലോചിച്ചതിന് ശേഷം എനിക്കെന്താണ് ഹാപ്പിനെസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഒരു സർഫസ് ലെവലിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇതാണോ എൻ്റെ ഹാപ്പിനെസ് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റിലേക്ക് വന്നു. അങ്ങനെ അവസാനം അതിൽ നിന്ന് കുറേയൊക്കെ ഇങ്ങനെ വെട്ടിക്കളയേണ്ടി വന്നു. എന്താണ് ശരിക്കും വാട്ട് മേക്സ് മീ ഹാപ്പി? ഞാൻ ആലോചിച്ചു, എല്ലാ സുഖ സൗകര്യങ്ങളുമാണോ ഹാപ്പിനെസ്? എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണോ ഹാപ്പിനെസ്? അതോ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാണോ ഹാപ്പിനെസ്? ഇതൊന്നുമല്ല. For me, I think memories, places, people, ഈ കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് വാട്ട് ഐ ഫീൽ most happy about is that to relive the moments that I loved the most. It's one of the best thing that I always want and I look forward. I think that gives me happiness the most. And ഞാൻ മാത്രം ഹാപ്പി ആയിരിക്കുന്നതല്ല, എൻ്റെ ചുറ്റുമുള്ളവരും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും, they too have to be happy. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പോലെ ഒരു കോമൺ സെൻസ് ഓഫ് വാട്ട് ഫീലിംഗ് ഹാപ്പി, ഫീലിംഗ് ഗുഡ്. ഇറ്റ് ഈസ് വർത്ത് വൈൽ ഡൂയിങ് സംതിങ് ടുഗെദർ. എനിക്ക് തോന്നുന്നു that gives me more happy. I mean that keeps me more happy, and I look forward for such things. Talking about happiness is not long lasting. It's very momentary. It's very spontaneous too. So we have numerous reasons in our day-to-day life to be happy. So നമ്മൾ സന്തോഷിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ. It depends on our attitude to things. നമ്മൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൽ നിന്നാണ് നമുക്ക് സന്തോഷം വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം the very little things makes me very happy. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ it gives me genuine happiness. I try to live in the present. ഫ്യൂച്ചറിനെ പറ്റി ഓർക്കാതെ, പാസ്റ്റിനെ പറ്റി ഓർക്കാതെ, always live in the present. We have to work for our own happiness. I believe that we have to create our own happiness, because everyone in this world is very selfish. No one will strive for our happiness. We have to work for our happiness. We have to mold our attitude in such a way that we find happiness in everything. കൊച്ചു കാര്യങ്ങളിലാണ് ഹാപ്പിനെസ് എടുക്കുന്നത്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പീസ് ഓഫ് മൈൻഡ്. നമ്മൾ എപ്പോഴൊക്കെ മനസ്സമാധാനം അനുഭവിക്കാറുണ്ടോ അപ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കലി സന്തോഷം എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, ക്ലോസ് ആയിട്ടുള്ള കുറേ അധികം ആൾക്കാരുമായിട്ട്
നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ്. ചില വഴക്കിടലുകൾ, ചില പൊട്ടിത്തെറികൾ, ചില തമാശകൾ, ചില കളിയാക്കലുകൾ, ഇതൊക്കെയാണ് എനിക്ക് സന്തോഷം തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ കാരണം വേറൊരാൾ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ വരുന്നു, അതും എനിക്ക് സന്തോഷം നൽകുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോടാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് കിട്ടുന്നത്. നല്ല പാട്ടുകൾ കേൾക്കുന്നതിലൂടെ, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് ചിലവഴിക്കുന്ന സമയങ്ങൾ, ഇതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും. എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കേൾക്കാൻ സാധിക്കുക എന്നുള്ളത്. അവരുടെ സന്തോഷത്തിൽ മാത്രമല്ല, അവരുടെ സങ്കടത്തിലും ഒരു പാർട്ടാകാൻ സാധിക്കുക. പറ്റുമെങ്കിൽ ചെറിയ ചെറിയ തമാശകൾ പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റുക, അവരെ ഹാപ്പി ആക്കുക. അതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ളത്. നമുക്ക് മറ്റൊരാൾക്ക് എങ്ങനെ സന്തോഷം കൊടുക്കാൻ കഴിയും, അതിലാണ് എൻ്റെ ഹാപ്പിനെസ്. എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉള്ളവർ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. മമ്മിയും ഇച്ചുവും പപ്പയും വിജയ ചാച്ചനും അടങ്ങുന്ന ഒരു കൊച്ചു ലോകമാണ് എൻ്റെത്. ചാച്ചൻ എൻ്റെ കൂടെ ഇല്ല, അപ്പോൾ ചാച്ചൻ്റെ പ്രസൻസ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബാക്കി ഇവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അവർ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ ഒരു മിഷനിൽ ഞാൻ എത്രമാത്രം സക്സസ്ഫുൾ ആണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുമല്ല ഞാൻ. എൻ്റെ ഇച്ചുവും മമ്മിയും പപ്പയും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇച്ചു എന്ന് പറയുന്നത്. ആ ഇച്ചുവിനെ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഈ ഒരു കുഞ്ഞു ലോകത്താണ് ഞാൻ ജീവിക്കുന്നതാണ്. ഇതാണ് എൻ്റെ സന്തോഷ ലോകം, ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് എൻ്റെ ഹാപ്പിനെസ്. For me, the happiness lies within. We can't entrust our happiness upon somebody or any situations outside. The foremost thing that you want to understand is that we can't change persons outside. We can't alter any situations that is going outside. But what we can control and what we can change is our responses towards certain situations. So my happiness lies within, and now let the external environment ruin your happiness. So what's happiness for me? സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കാൻ കിട്ടുന്ന അവസരം വലിയ ഹാപ്പിനെസ് ആണ്. ഈ ക്വാറന്റൈൻ പോലും പുറത്ത് പോകാൻ അധികം പ്രിഫർ ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ, മടി കൊണ്ടല്ല. എനിക്ക് തന്നെ ടൈം കൊടുക്കുന്നതും ഇഷ്ടമുള്ളതാണ്. സോ ഹാപ്പിനെസ് ഫോർ മീ ഇസ് ദാറ്റ്. ഇനി വേറെ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ജീവിക്കുന്നതും, നമുക്കൊരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് കാണാൻ വെരി ക്ലോസ്, കുറേ നാടുകൊണ്ട് കൂടെയുള്ള വെരി ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. സോ ആ ഫ്രണ്ട്സിനോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് എന്ന് തന്നെയാണ്. എനിക്കും അതേപോലെ ആ ടൈമൊക്കെ ആ ഫ്രണ്ട്സിനോട് ഇരിക്കുന്ന ആ ഒരു ചിലവഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ലൈഫിൽ ഹാപ്പിനെസ് എന്നൊരു കാര്യമാണ്. ആക്ച്വലി ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു, പക്ഷേ കുറേ പേര് റെസ്പോണ്ട് ചെയ്തില്ല. കുറേ പേര് ആലോചിക്കാൻ പോയിട്ട് പിന്നെ ഈ പരിസരത്തോട്ടേ കണ്ടില്ല. പിന്നെ കുറേ പേര് പറഞ്ഞു ദേ ഡു നോട്ട് നോ വാട്ട് ഹാപ്പിനെസ് മീൻസ് ടു ദം എന്ന്. ബട്ട് ദാറ്റ്സ് ഓൾ പെർഫെക്റ്റ്ലി ഫൈൻ, ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഫോർ എ സെക്കൻഡ് യു തോട്ട് വാട്ട് ഹാപ്പിനെസ് മീൻസ് ടു യു. നമ്മളെല്ലാവരും ഭയങ്കര വിയർഡ്ലി സ്ട്രക്ചേർഡാണ് അല്ലേ. വാട്ട് ഇസ് സാഡ്നെസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കാര്യം ലിസ്റ്റ് ചെയ്യും, ബട്ട് അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് അല്ലേ ഹാപ്പിനെസ്. സോ വി മസ്റ്റ് ബി അവെയർ ഓഫ് വാട്ട് മേക്സ് us happy. So do what makes you happy and let others do what makes them happy.